പാലക്കാട് ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരന്റെ മൃതദേഹം വീടിന് സമീപത്തെ കുളത്തിൽ കണ്ടെത്തി. 21 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ രാവിലെ 11 മണിക്കാണ് സഹോദരനോട് പിണങ്ങി സുഹാൻ വീട് വിട്ട് ഇറങ്ങിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നഗരസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ഈ കുളം നമ്മൾ ആരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോസ്കോഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളം ഉള്ളത്. മറിഞ്ഞു വീണു പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ശരിക്കാണ്. പാലക്കാട് നിന്ന് ശാന്തകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ അപകടത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, അവിടെ നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ, നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽ വീഴുന്ന ഒരു സ്ഥലമല്ല, ഒരു ദുരൂഹത ഈ സംഭവത്തിൽ ഉണ്ട് എന്ന് തന്നെയാണോ പറയുന്നത്? തീർച്ചയായും നാട്ടുകാർക്ക് അത്തരത്തിലുള്ള ഒരു സംശയം തന്നെയാണ്. കാരണം വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ് ഈ കുളത്തിന് അപ്പുറത്തുള്ളത്. ആ റോഡിനും കുളത്തിനും ഇടയിലൂടെ ഒരു ചെറിയ കനാലുണ്ട്. അതായത് മൂലത്തറ ഡാമിൽ നിന്നും കാർഷിക ആവശ്യത്തിന് വേണ്ടി വെള്ളം തുറന്നു വിടുമ്പോൾ ആ വെള്ളം പോകുന്ന ഒരു തോടാണത്. ഒരു 6 വയസ്സുകാരൻ അങ്ങനെ പെട്ടെന്ന് ചാടിക്കടന്ന് വരാൻ പറ്റുന്ന ഒരു ഇടമല്ല ഇത്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് മുറിച്ചിട്ട് ഒരു ചെറിയ ഒരു പാലം മാത്രമാണ് ഈ ഇപ്പുറത്തേക്ക് കുളത്തിലേക്ക് കടക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം, ആ സാഹചര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ചില സംശയങ്ങൾ വരുന്നുണ്ട്. ഈ കുഞ്ഞ് ഇവിടെ എത്താനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്, അതാണ് നഗരസഭാ അധ്യക്ഷൻ സുമേഷ് അച്യുതനും നേരത്തെ ഒരു സംശയം പ്രകടിപ്പിച്ചത്. അത് നാട്ടുകാരൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊക്കെ അത്രയുണ്ട്. കാരണം ഇന്നലെ ഈ കുഞ്ഞിന്റെ വീടിന് സമീപത്തുള്ള ഏകദേശം 100-150 മീറ്റർ അടുത്തുള്ള 2 കുളങ്ങൾ, 2 വലിയ കുളങ്ങളുണ്ട്. വയലിന് നടുവിലാണ് ഈ കുളങ്ങൾ. ഈ കുളത്തിനടുത്തേക്കാണ് പോലീസ് നായ ഉൾപ്പെടെ ഓടി എത്തിയത്. തുടർന്ന് ആ കുളത്തിൽ വിശദമായ പരിശോധന നടത്തി. അതിനുശേഷം ആണ് ഇന്ന് രാവിലെ നാട്ടുകാരാണ് ഈ വീടിന് നിന്നും ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അകലെയുള്ള ഈ കുളം, ഈ പറയങ്കാട് ക്വാർട്ടേഴ്സിനടുത്തുള്ള ഒരു കുളമാണത്. ഈ കുളത്തിലേക്കുണ്ട്. ഇവിടെ നാട്ടുകാർ കുളിക്കുന്ന ഇടമാണ്. നാട്ടുകാർ ദിവസേന നടന്നു പോകുന്ന വഴി, ഇല്ലെങ്കിൽ വാഹനങ്ങളിൽ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും എല്ലാം പോകുന്ന ഒരു റോഡാണ് അതിനപ്പുറത്തുള്ളത്. ആ റോഡിന് വശത്തുള്ള ഒരു വലിയ കുളത്തിന്റെ മധ്യഭാഗത്താണ് ഇന്നിപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അതാണ് ഇപ്പോൾ ഒരു സംശയത്തിന്, ദുരൂഹതയ്ക്കൊക്കെ ഇട നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത് ഏത് വിധത്തിലാണ് കുഞ്ഞിന്റെ മരണം ഉണ്ടായത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ. മൃതദേഹം ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 11 മണിക്ക് കാണാതായ ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഒരു മൃതദേഹം കണ്ടെത്തുന്നത് ഏകദേശം 21 മണിക്കൂറിന് ശേഷമാണ്. നാടാകെ പ്രാർത്ഥനയിലായിരുന്നു. നിരവധി പേർ ഇന്നലെ രാത്രി നാട്ടുകാരും പോലീസും എല്ലാം വിവിധ ഇടങ്ങളിൽ വലിയ തോതിലുള്ള പരിശോധന നടത്തുക തന്നെയായിരുന്നു. ഒരു സാഹചര്യത്തിലും ഈ മൃതദേഹം കണ്ട കുളത്തിനടുത്തേക്ക് ഒരു തെരച്ചിലോ മറ്റുള്ളതിലേക്കോ എത്താൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. മറ്റൊന്നുള്ളത്, ഈ കുളത്തിന് തൊട്ടപ്പുറത്തെ ഒരു കിഡ്സ് പാർക്കുണ്ട്, ചെറിയ പാർക്കുണ്ട്. ഈ കുഞ്ഞ് വീട്ടുകാരും ഒപ്പം ഇടയ്ക്ക് ഈ പാർക്കിലേക്ക് വരാറുണ്ട്. ആ വന്നിട്ടുള്ള ഒരു പരിചയം മാത്രമാണ് കുഞ്ഞിന് ഉണ്ടാവാൻ വഴിയുള്ളൂ. അങ്ങനെ കുഞ്ഞിന് ഒറ്റയ്ക്ക് വരാൻ പറ്റുന്ന ഒരു ഇടവുമല്ല, അങ്ങനെ ഒറ്റയ്ക്ക് വരാൻ കഴിയുന്ന വഴിയുമല്ല. അപ്പോൾ ഈ കുഞ്ഞ് എങ്ങനെ ഈ ഭാഗത്തേക്ക് എത്തി എന്നുള്ളത് വിശദമായി പരിശോധിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും തന്നെയാണ്. അത്തരം കാര്യങ്ങൾക്ക് എന്തിന് സംശയകരമായ രീതിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് എന്തായാലും എത്താൻ കഴിയുള്ളൂ. എന്തായാലും ഒരു നാടിൻ്റെ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ അവരുടെ അതിനൊന്നും ഒരു ഫലമില്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ ഒരു 9 മണിയോട് കൂടിയാണ് ഈ കുഞ്ഞിൻ്റെ മൃതദേഹം, നാട്ടുകാർ തന്നെയാണ് ഈ കുളത്തിന് നടുവിൽ ഒരു അസാധാരണമായി എന്തോ പൊങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നത്. ഉടനെ അത് ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. അവർ വന്ന് പരിശോധിച്ചപ്പോഴാണ് ഇത് കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ, ഈ മൃതദേഹം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന നിലയിൽ കാണുകയും ചെയ്തിട്ടുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നാട്ടുകാർക്ക് പലർക്കും ദുരൂഹത ആരോപിക്കുന്നുണ്ട്, ഒപ്പം തന്നെ സംശയമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കുളത്തിലേക്ക് ഈ കുഞ്ഞ് എത്തേണ്ട സാഹചര്യം ഉണ്ട് എന്ന് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ എല്ലാം അഭിപ്രായം ഉള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായ പരിശോധന നടത്തേണ്ടത് പോലീസാണ്. നിരവധി CCTVകളെല്ലാം പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു. ഇതൊരു തീർത്തും ഗ്രാമപ്രദേശമാണ്. അങ്ങനെ എല്ലാ വീടുകളിലോ അല്ലെങ്കിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലോ CCTVകളുമില്ല. വളരെ ചുരുക്കം CCTVകൾ മാത്രമേ ഉള്ളൂ. ആ CCTVകളിലൊന്നും ഈ കുഞ്ഞിൻ്റെ
കുഞ്ഞിൻ്റെ സാന്നിധ്യമോ ഏതെങ്കിലും സംശയകരമായ വാഹനത്തിൻ്റെ സാന്നിധ്യമോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതാണ് പോലീസ് ഇന്ന് വീണ്ടും ഫയർഫോഴ്സും ഇന്ന് വീണ്ടും പ്രദേശമാകെ തെരച്ചിൽ വേണ്ടി ശ്രമം നടത്തിയത്. രാവിലെ ഒരു 8 മണിക്ക് തന്നെ ഈ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. ആ തെരച്ചിലെല്ലാം വീടിന് സമീപത്തുള്ള കുളവും അതുപോലെ തന്നെ നെൽവയലും ചെറിയ കിണറുകളും ഒക്കെ ഉണ്ട്, അവിടങ്ങളിലായിരുന്നു. അതിനിടയിലാണ് പെട്ടെന്ന് നാട്ടുകാർ പുതിയ ഈ കുളത്തിലേക്ക്, ഈ മൃതദേഹം കണ്ടെത്തിയ ഈ പെരിയങ്കോട് കുളത്തിൽ ഒരു അസാധാരണമായിട്ട് എന്തോ പൊങ്ങിക്കിടക്കുന്ന ഒരു കാര്യം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്നാണ് ഇന്നലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയെ കാണാതായത്, പിണങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. ആ പ്രാഥമികമായ അന്വേഷണത്തിൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള മൊഴിയിലൊക്കെ മനസ്സിലായത്? ഈ സുഹാനും ഒപ്പം തന്നെ സുഹാന്റെ സഹോദരൻ, മൂത്ത സഹോദരനുണ്ട്. ഈ സഹോദരനും ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെ ഇളയമ്മയുടെ അമ്മയുടെ സഹോദരിയുടെ മക്കളും ഉൾപ്പെടെ അവർ TV കണ്ടുകൊണ്ട് വീടിനകത്തിരിക്കുകയായിരുന്നു. റിമോട്ടിനെ ചൊല്ലിയുണ്ടായ ചില തർക്കങ്ങൾക്കിടയിൽ ഈ കുഞ്ഞും സഹോദരനും തമ്മിൽ ചില തർക്കമുണ്ടായി. അതിനിടയിൽ പിണങ്ങി പുറത്തേക്ക് പോയി എന്നാണ് ഈ സഹോദരൻ തന്നെ വീട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത്. അതന്നെയാണ് പോലീസുകാരോടും പറഞ്ഞിട്ടുള്ളത്. അവിടെ നിന്ന് സാധാരണ ഈ കുഞ്ഞ് അങ്ങനെ പിണങ്ങിപ്പോയും തിരിച്ച് വരാറുമുണ്ട്, അധികം വൈകാതെ തിരിച്ചു വരാറുണ്ട്. അങ്ങനെ ഇന്നലെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണാതാവുമ്പോഴാണ് പിന്നീട് വീട്ടുകാരെ അറിയിക്കുന്നത്. ഈ കുഞ്ഞിന്റെ അമ്മ പാലക്കാട് തന്നെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ്, പിതാവ് വിദേശത്താണ്. അപ്പോൾ വീട്ടിലുള്ളത് ഈ മുത്തശ്ശി മാത്രമാണ്, അമ്മയുടെ അമ്മ മാത്രമാണ് ഉള്ളത്. അവർ പിന്നീട് നടത്തിയ പരിശോധനയിൽ പിന്നെ സമീപവാസികളെല്ലാം അറിയിക്കുകയായിരുന്നു. പക്ഷേ കുഞ്ഞിന്റെ സാന്നിധ്യം എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീടാണ് പോലീസിനെയും പിന്നീട് ഫയർഫോഴ്സും എല്ലാം എത്തുകയും ഡോഗ് സ്ക്വാഡ് എത്തുകയും പരിശോധന വിപുലമാക്കുകയും ചെയ്യുന്നത്. വൈകിട്ട് 3 മണിയോട് ഏകദേശം 4 മണിയോട് കൂടി തന്നെ അത്തരത്തിലുള്ള ഒരു വിപുലമായ പരിശോധനയും അന്വേഷണവും എല്ലാം ആരംഭിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ഫലവും കണ്ടിരുന്നില്ല. തുടർന്നാണ് പോലീസ് വലിയ തോതിലുള്ള CCTV ലഭ്യമാകുന്ന ഇടങ്ങളിലെ CCTV എല്ലാം പരിശോധിച്ചത്. പരിശോധിച്ചതൊന്നും കൃത്യമായ ശാന്തകുമാർ, എന്തായാലും സമീപത്തെ CCTV പരിശോധിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. എന്തായാലും ആ അർത്ഥത്തിൽ ഏറ്റവും അവസാനം ആ കുഞ്ഞിനെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇനി എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള അന്വേഷണം ആ രീതിയിൽ തുടരുന്നുണ്ട്.